ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതിന് സമാനമായൊരു അവസ്ഥ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയയുടെ കത്രിക കുടുങ്ങിയ ഹർഷീനയായിരുന്നു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഹർഷീന തുടരുകയാണ്. ഇപ്പോൾ ഹർഷീന സംസാരിക്കുന്നു. പല തരത്തിൽ ഓവർ ബ്ലീഡിംഗ് ആയിട്ട് പല രൂപത്തിൽ 5 വർഷത്തോളം ഞാൻ അനുഭവിച്ചു. പിന്നെ ഞാൻ അനുഭവിച്ചൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര. പിന്നെ ഇത് എടുത്തതിന് ശേഷം 3 ദിവസം ഒന്ന് ശ്വാസം നീട്ടി വലിച്ചാൽ പെടഞ്ഞു പോകുന്ന വേദനയായിട്ടാണ് ഞാൻ ICU വാർഡ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതിനൊന്നും ഒരു പരിഹാരം നൽകാൻ തയ്യാറാകാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും തരാൻ കഴിയൂല. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാമ്പത്തിക നഷ്ടമാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്. അതെങ്കിലും തരാനുള്ള ഒരു മാന്യത കാണിച്ചിട്ട് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുകയാണെങ്കിൽ അതിനൊരു ആരോഗ്യമന്ത്രി ഇന്നും പറഞ്ഞത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, അതിന്റെ കുറ്റക്കാരെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. എന്നിട്ട് ഞാൻ വെറുതെ അങ്ങനെ സമരമുഖത്ത് ഇറങ്ങി നടക്കുകയായിരിക്കും. എന്തെങ്കിലും ഒരു രൂപ ഒരു പാരസെറ്റമോൾ വാങ്ങാനുള്ള ഒരു സഹായമെങ്കിലും അവർ ചെയ്തിരുന്നെങ്കിൽ 2 ലക്ഷം രൂപ മൊത്തം നഷ്ടപരിഹാരം എന്നുള്ള രൂപത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കാതിരുന്നത്. നമ്മളെല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങൾക്കും പരിഹാരം, നമ്മൾ അനുഭവിച്ച പ്രയാസത്തിനൊക്കെ പരിഹാരം 2 ലക്ഷം രൂപ ഒരിക്കലും പര്യാപ്തമല്ല. അല്ലാതെ പിന്നെ എന്ത് സഹായം ചെയ്തു എന്നാ പറയുന്നത്? അതായത് ഹർഷീനയ്ക്കുണ്ടായ പിഴവുകൾക്ക് ആ ചികിത്സാ പിഴവിനുള്ള പരിഹാരം എന്ന നിലയിൽ 2 ലക്ഷം രൂപ ആണ് അനുവദിച്ചത്. അത് ചികിത്സാ ചെലവ് പോലും ആയിട്ടില്ല. 2017 ആയിരുന്നു ഹർഷീന പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നത്. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയതിനെ തുടർന്ന് തുടർച്ചയായി ആശുപത്രികളെ സമീപിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 2022 ആണ് ഹർഷീനയുടെ വയറ്റിൽ ഇങ്ങനെയൊരു കത്രിക കുടുങ്ങിയിരുന്നു എന്നത് തിരിച്ചറിയുന്നത്. അതേ തുടർന്ന് ആയിരുന്നു ഹർഷീന വീണ്ടും ചികിത്സ തേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശസ്ത്രക്രിയയിലൂടെ കത്രിക പുറത്തെടുക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം നീതി തേടിയുള്ള ഒരു പോരാട്ടം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോഴിതാ ഹർഷീനയുടെ പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. അതായത് ഈ പിഴവുകൾ ഉണ്ടാകുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണ് പിഴവ് സംഭവിച്ചത്, ആരാണ് കുറ്റക്കാർ, ഇതിലേക്കൊന്നും എത്തിപ്പെടാറില്ല എന്ന് മാത്രവുമല്ല, ഇതിന് ഇരയാക്കപ്പെടുന്നവർ അവർ വേണമെങ്കിൽ അനുഭവിച്ചോളൂ എന്ന ഒരു മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എത്രയോ വർഷക്കാലം ബുദ്ധിമുട്ട് പേറി നടന്ന ആളാണ് ഹർഷീന. അതിന് ലഭിച്ച നഷ്ടപരിഹാര തുക നമ്മളൊക്കെ കേട്ടതാണ്. അതവർ കൈപ്പറ്റാത്തത് എന്തുകൊണ്ട് എന്നും പറയുന്നു. ഹർഷീനയുടേതിന് സമാനമായൊരു സാഹചര്യം ആവർത്തിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായി ഉത്തരവാദികളെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, അവർക്ക് ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ, ഇത്തരം സംഭവങ്ങൾക്കുള്ള പിഴ അവരിൽ നിന്ന് ഈടാക്കുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടില്ല. അനീഷ്, തീർച്ചയായും നമുക്കറിയാം ഹർഷീനയുടെ ഒരു സമര ചരിത്രം തന്നെ. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻവശത്ത് തന്നെ ഒരുപാട് ദിവസങ്ങൾ ഹർഷീന സമരം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് നഗരഹൃദയത്തിൽ സമരം നടത്തിയിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തിയിട്ടുണ്ട്, മന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ സമരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമരമുഖങ്ങൾ കണ്ട ഒരു യുവതിയാണ്. നമുക്കറിയാം അവരുടെ ശാരീരിക അവസ്ഥയെ അങ്ങേയറ്റം ബാധിക്കുന്ന രീതിയിലാണ് ഈ തുടർ ശസ്ത്രക്രിയകൾ സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ. ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് അവരുടെ കുടുംബം മാറുന്നു. അങ്ങനെ അവരുടെ കുടുംബ അവസ്ഥയെ പോലും തകിടം മറിക്കുന്ന രീതിയിലേക്കാണ് ആ ഒരു പിഴവ്, ചികിത്സാ പിഴവ് എത്തിപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഡോക്ടർ തന്നെ, ഒരു വനിതാ ഡോക്ടർ തന്നെ പറയുന്നു 50 വർഷം വേണമെങ്കിലും ഈ കത്രിക ശരീരത്തിൽ കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഹർഷീന പറയുന്നത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഒരാഴ്ച പോലും ഈ ഒരു ബാഹ്യ വസ്തു നമ്മുടെ ശരീരത്തിൽ കടന്നാൽ ഉണ്ടാവുന്ന പരിണത ഫലങ്ങൾ 3 സിസേറിയൻ കഴിഞ്ഞ ഒരു അമ്മയാണ് ഹർഷീന. പിന്നീട് ഉണ്ടാവുന്ന ഓരോ തുടർ ശസ്ത്രക്രിയകളും അവരുടെ ശരീരത്തിൽ എത്രമേൽ ആഘാതം സൃഷ്ടിക്കുന്നു എന്നതും അവർ അനുഭവിച്ചറിഞ്ഞതാണ്. പലപ്പോഴും ശരീരം നുറുങ്ങുന്ന വേദന, സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത വിധം ആരോഗ്യസ്ഥിതി മോശമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഈ കത്രിക ഉള്ളിൽ കടന്നാൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒരു പ്രശ്നമായി തന്നെ അവശേഷിക്കും എന്നാണ് ഹർഷീന പറയുന്നത്. ഒപ്പം സർക്കാർ മിഷനറി എത്ര ലാഘവത്തോടുകൂടിയാണ് ഇത്തരമൊരു കാര്യം വരുമ്പോൾ അതിനെ നേരിടുന്നത് എന്നതിനെക്കുറിച്ചും ഹർഷീന പറയുന്നുണ്ട്. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമ്പോൾ കേവലം ആ ഒരു നഷ്ടപരിഹാരം മതിയോ എന്ന ഒരു ചോദ്യമുണ്ട്. കാരണം താൻ മാസങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന
എന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് നഷ്ടപരിഹാരം എന്ന രീതിയിൽ കൂടി വേണം. കേവലം ഒരു ധനസഹായം മാത്രം പോരാ എന്നാണ് ഹർഷീന പറയുന്നത്. ഒരു പാരസിറ്റാമോളിന്റെ ഗുണം പോലും സർക്കാരിൽ നിന്നും തനിക്കിതുവരെ ലഭ്യമായിട്ടില്ല എന്നും പറയുന്നു. എന്തായാലും അങ്ങേയറ്റം ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തി തന്നെയാണ് ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തെരുവിൽ ഹർഷീന സമരം നടത്തുന്നത്. അഭിലാഷ്. യെസ്, ഇതാ ഹർഷീന സമാനമായ അനുഭവം നേരിട്ട ആളാണ്. കോഴിക്കോട് ആ പ്രതിഷേധം നടക്കുമ്പോൾ ഇപ്പുറത്ത് അത് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആണ് 2021 ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീക്ക് ദുരനുഭവം ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ആശുപത്രി അധികൃതരുടെ പ്രതികരണം എന്നതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് നടക്കുന്ന പ്രതിഷേധം ആണ്. ഈ പ്രതിഷേധം വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ദുരനുഭവം നേരിട്ടത് ഉഷ എന്ന സ്ത്രീക്ക് ആണ്. 2021 മെയ് മാസത്തിൽ ആണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കപ്പെട്ടത്. അതിനുശേഷം അവർ ഒട്ടേറെ ദുരിതം അനുഭവിക്കുന്ന പശ്ചാത്തലം ആണ് ഉണ്ടായത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് നിരന്തരം വേദന ഉണ്ടായ സാഹചര്യം, രക്തസ്രാവം പോലെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു സാഹചര്യം. അങ്ങനെ തുടർച്ചയായ ആശുപത്രിയിൽ കയറി ഇറങ്ങുമ്പോൾ ആണ് അവർക്ക് പരിശോധനയിൽ വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.